ഈ ഇടയ്ക്ക് നമ്മളൊരു മാധ്യമ ഏതാ ഒരു ഒരു വോർ നമ്മൾ കണ്ടിരുന്നു. ഏതാ ഞാൻ പറയുന്നത്, മെസ്സി വരുന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടതാണ് അവര് എന്തോരം ന്യൂസുകളും എന്തോരം അറ്റൻഷനുമാണ് ആ ഒരു പ്രശ്നത്തിന് കൊടുത്തത് എന്നുള്ളത്. ഒരു കൂട്ടർ പറയുന്നത് മെസ്സി ഇപ്പൊ ഒരു മെസ്സി കടവന്ത്ര എത്തി, കടവന്ത്രയെന്ന് വേണ്ട നമ്മുടെ നേരെ കലൂരോട്ടുള്ള റോഡ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ടീം പറയുന്നു മെസ്സി വരുത്തില്ല, മെസ്സി വരുത്തില്ല, മെസ്സി വന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, മെസ്സിക്ക് വരാൻ പറ്റത്തില്ല, മെസ്സി തിരിച്ചുപോയി, മെസ്സി കാക്കനാട് വരെ വന്നിട്ട് തിരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു കൂട്ടര്. അപ്പം എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അന്നും ശരിക്കും ഒരു ഭയങ്കര അറ്റൻഷൻ ആ ഒരു സംഭവത്തിന് കൊടുത്തായിരുന്നു, മെസ്സി വരുവോ ഇല്ലയോ എന്നുള്ളത്. മെസ്സി വരുവോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ഇന്ത്യയുടെ നാഷണൽ ടീം കൊച്ചിയിൽ വരികയാണ്. അവരിവിടെ വന്ന് കളിക്കുകയാണ്. അതും ഏഷ്യ കപ്പ് ക്വാളിഫയർ കളിക്കാനാണ് വരുന്നത്. നിങ്ങൾ എവിടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എവിടെ? നിങ്ങളിതൊന്ന് റിപ്പോർട്ട് ചെയ്യൂ. അല്ലെ ഇതേപ്പറ്റി ചർച്ച കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കേണ്ട ഒരു സമയമല്ലേ ഇത്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ ഡ്യൂറൻ കപ്പില് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം കേരള മത്സരം നടക്കുകയാണ്. അന്ന് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ മാധ്യമങ്ങളിലൊക്കെ നോക്കി, കാരണം കേരള ഡെർബി ആദ്യമായിട്ടാണ് കേട്ടോ, കേരള ഡെർബി ഫസ്റ്റ് രണ്ട് സീനിയർ ടീമും തമ്മിലുള്ള മത്സരമാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ അന്നേരം ഇങ്ങനെ വെറുതെ തമാശന് ഗൂഗിളിൽ നിന്ന് നമ്പറൊക്കെ എടുത്തിട്ട് ഏതോ ഒരു ചാനലിലോട്ട്, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ആണോ മനോരമയാണോ എനിക്കറിയില്ല, ഏതോ ഒരു ചാനൽ, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ചാനലിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അന്നേരം അവര് എന്താ പരിപാടി, എന്താ സംഭവം? ഈ ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ടേ, ഇന്ത്യയിലെ ഒരു വലിയ ടൂർണമെന്റ് ആണ് എന്നൊക്കെ പറയും. അവരതേപ്പറ്റി ബോധേഡ് പോലും അല്ല. അപ്പൊ ഇങ്ങനെയുള്ള മാധ്യമങ്ങളും ഇങ്ങനെയുള്ള രീതികളും ഒക്കെ ആണെങ്കിൽ ഫുട്ബോൾ വളരുക എന്ന് പറയുന്നത് ഭയങ്കര കഠിനമാണ് എന്ന് തന്നെയാണ്. ആളുകൾ കൂടുതലും കാണുന്നതും ആളുകളിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എത്തിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഈ ന്യൂസ് ചാനലുകൾ എന്ന് പറയുന്നത്. പക്ഷെ അവര് ഇതൊന്നും അല്ല ചെയ്യുന്നത്, അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങളും അല്ല അവർ ചെയ്യുന്നത്. അവര് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അവരുടെ കണ്ണിൽ, രാഷ്ട്രീയ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടി നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കണ്ടേ? അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവര് അടുത്ത വലിയ വാഹനം കുത്തിയിരുന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദുരന്തമൊക്കെ നടക്കണം. എവിടെയെങ്കിലും ബോംബ് പൊട്ടുവോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സുനാമി അടിക്കുകയോ, അല്ല ഭൂകമ്പം നടക്കുകയൊക്കെ ചെയ്യണം. എങ്കിലേ ഇവര് രാഷ്ട്രീയം വിട്ട് വേറൊരു മേഖല പിടിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്.